ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതല്ല, ഒരു പ്രൊഡക്റ്റ് നമ്മൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സൈക്കിള് വാൾ മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മൗണ്ടാണ്. ഇത് നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. ആമസോണിൽ പല റേറ്റിൻ്റെ ഉള്ളതുണ്ട്. അതിൽ നിങ്ങൾക്ക് പറ്റുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങിക്കാം. ഇതാണ് ഇതിൻ്റെ ഡിസൈൻ. ഇതിൽ നമുക്കിവിടെ സൈക്കിള് ഇത് വാൾ മൗണ്ട് ചെയ്തിട്ട് നമുക്ക് 4 സ്ക്രൂ ചെയ്ത് വാൾ മൗണ്ട് ചെയ്ത് നമുക്ക് ഇവിടെ സൈക്കിള് നമുക്ക് അതിൽ ഹോൾഡ് ചെയ്ത് വെക്കാം. അതായത് നമുക്കതിൽ കയറ്റി വെക്കാം. ഇതിൽ 60 LBS വരെയാണ് ഇതിൻ്റെ കപ്പാസിറ്റി. പിന്നെ നമുക്ക് ഇത് കുറച്ച് ഇതിൻ്റെ ഡിസ്റ്റൻസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ, വാളിൽ നിന്നും ഡിസ്റ്റൻസ് കൂട്ടുന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് വേറെ ഒരു മോഡൽ കൂടി ഉണ്ടായിരുന്നു, അതിന് ഞാനത് കണ്ടില്ല. ഈ ഒരു മോഡലിനാണ് അത് കണ്ടത്. എങ്കിലും ഇതൊരു നല്ലൊരു ഫീച്ചറാണ് അങ്ങനെയുള്ളത്. അപ്പം നമുക്ക് ഞാൻ അൺബോക്സിംഗ് ഒന്നും ഇതിൻ്റെ എടുത്തിട്ടില്ല. ബോക്സിൽ ഉണ്ടായിരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു 3 പീസായിട്ടാണ് ഇത് വന്നിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഈ ഒരു ബ്രാക്കറ്റ് മാത്രം, പിന്നെ ഇതിൻ്റെ മെയിൻ ഫ്രെയിമും, പിന്നെ സൈക്കിൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതും. അപ്പോൾ ഇവിടെ നമുക്ക് 2 സ്ക്രൂ ഉണ്ട്, അത് രണ്ടും ടൈറ്റ് ചെയ്തു. ഇതൊക്കെ നോർമൽ ഫിക്സിംഗ് ആണ്, ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും വീഡിയോയിൽ കാണിക്കുന്നില്ല. കാരണം 2 എലാങ്കി സ്ക്രൂസ് ആണ് തന്നിട്ടുള്ളത്. അത് രണ്ടും ഫിക്സ് ചെയ്തു. അതിനുള്ള എലാങ്കി അവർ ആ പാക്കിന് കൊടുത്തിട്ട് തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു എലൻ നട്ട്, അതായത് ഈ എലാങ്കിയുടെ ഒരു നട്ട് വേറെ ഉണ്ട്. അത് ഇവിടെ ഈ മെയിൻ ഫ്രെയിം ഈ വാളിൽ ഫിക്സ് ചെയ്യുന്നതായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയും വെക്കാം, ഇങ്ങനെ വെക്കാം. സൈക്കിൾ ഇല്ലെങ്കിൽ ഓബ്സ്റ്റക്കിൾ ആകാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവരൊരു ബെൽറ്റ് തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ടൈറ്റ് ചെയ്തിടാം. ഇല്ലെങ്കിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഹൈറ്റിലാണെങ്കിൽ ഇങ്ങനെ വെച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ അത് നമുക്കൊരു മെയിൻ ആയിട്ടുള്ള നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അയണിൻ്റെ ബാർ, ഒരു ഇത് തന്നെയാണ്, അല്ലെങ്കിൽ നട്ട് തന്നെയാണ്. അതുമ്മ ഹോൾഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇതിന്റെ കപ്പാസിറ്റി പറയുന്നത് 60 LB. അതായത് 60 LB എന്ന് പറയുമ്പോൾ നമുക്കൊരു 30 kg അല്ലെങ്കിൽ 25+ kg എന്നുള്ള ലെവലാണ് അവർ എക്സ്പെക്ട് ചെയ്യണമെന്നാണ് എൻ്റെ വിശ്വാസം. അതൊക്കെയാണ് ഇതിന്റെ ഫീച്ചർ. നല്ല ബ്ലാക്കും ഇവിടെ നല്ല സ്പോഞ്ച് ആയിട്ടുള്ള ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെയിന്റ് പോവുക അല്ലെങ്കിൽ ജാമായി ഇരിക്കുക അങ്ങനത്തെ പേടികളൊന്നും വേണ്ട. അത് നല്ലൊരു ഇതാണ്. അപ്പോൾ അതാണ് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നത്. ഈ നമ്മൾ സൈക്കിൾ വയ്ക്കുമ്പോൾ കേബിൾസുകൾ ഉണ്ടല്ലോ, അപ്പോൾ അതെങ്ങനെ തട്ടുമ്പോൾ എന്തെങ്കിലും പറ്റുമോ എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അത് അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്കൊരു ഫോം, ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള കവറിങ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 1/4 ഇഞ്ചിൻ്റെ അടുത്തോളം വരുന്ന ഒരു സ്പോഞ്ചിൻ്റെ ഒരു ഫോമാണിത്. അപ്പോൾ അതൊരു നല്ലൊരു ഇതാണ്. അതൊക്കെയാണ് ഈ ഒരു ഇതിൻ്റെ ഇത്. പിന്നെ ഇവിടെ നമുക്ക് ടൈറ്റ് ചെയ്ത് വെക്കാം. ഇങ്ങനെ ഡിസ്റ്റൻസ് കൂട്ടുന്നത് നമുക്ക് ടൈറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അത് മുമ്പിലേക്ക് പോവുകയൊന്നുമില്ല, ഉറച്ചിരുന്നുള്ളൂ അവിടെ. അതിൻ്റെ കൂടെ നമുക്ക് ഒരു മാനുവൽ കിട്ടിയിട്ടുണ്ട്. ചൈനീസിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്. ഇത് എങ്ങനെയൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യണം എന്നുള്ളത്, വാളിൽ എങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടത് എന്നുള്ളത് കാണിച്ചിട്ടുള്ളത്. ഇത് നമുക്കിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഒരു ഫോട്ടോ കാണിച്ചിട്ടുണ്ട് സൈക്കിൾ എങ്ങനെയാണ് വെക്കണേന്നുള്ളതിൻ്റെയൊക്കെ. ബൈ ഡിഫോൾട്ട് നമുക്ക് എല്ലാവർക്കും ഒരു ഇത് അറിയാവുന്ന കാര്യമായിരിക്കും. അതിന് കൂടെ തന്നെ നമുക്ക് കിട്ടിയാണ് ഒരു ബെൽറ്റ്. ആ പാക്കിൻ്റെ കൂടെ ഞാൻ പറഞ്ഞില്ല, സ്ട്രെയിറ്റ് ആക്കി വെക്കുമ്പോൾ ഈ ബെൽറ്റ് ഇട്ട് ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബെൽറ്റ്, വെൽക്രോ ബെൽറ്റാണിത്. അത് കിട്ടി തന്നിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് അവർ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വാൾ മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ക്രൂസ്, നട്ട്സ് എന്ന് പറയുന്ന പോലെ രണ്ടും കൂടിയിട്ടുള്ള സാധനം. നല്ല സ്ട്രോങ് ആയിട്ടുള്ള സാധനം തന്നെയാണ്. ഇത് വാളിൻ്റെ ഉള്ളിലേക്ക് വെച്ച് ഈ ഹോൾസിലേക്ക് നമുക്ക് 4 ഓപ്ഷനാണുള്ളത്. 4 ഓപ്ഷനിലും വെച്ച് അതിന് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്പാൻഡർ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പാൻഡർ തന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്കിപ്പോൾ ഒരു പാക്കിൽ വരുന്നത്. അപ്പോൾ നമുക്കിത് എന്തായാലും ഒന്ന് വാൾ മൗണ്ട് ചെയ്ത് നമുക്ക് ഇതൊന്ന് ഫിക്സ് ചെയ്യാം. അതിനുശേഷം എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ കമാണ് നമുക്കിതൊന്ന് വെച്ചതിന് ശേഷം വാളിൽ സ്ക്രൂ ചെയ്ത് ഫിക്സ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് വേറെ സ്പെഷ്യലായിട്ടൊന്നും പറയാനൊന്നുമില്ല. അത്യാവശ്യം നല്ല മെറ്റീരിയൽ തന്നെയാണ്. നമുക്ക് നല്ല വെയിറ്റും ഉണ്ട്. അതായത് ഒരു വെയിറ്റ് എന്ന് പറഞ്ഞാൽ അത്ര വെയിറ്റ് അല്ല, 1+ kg വെയിറ്റ് ആണ് ഇതിന് ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എങ്കിലും ഇതിന് യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ നല്ല മെറ്റലൊക്കെ നല്ല
സ്ട്രോങ് ആയിട്ടുള്ള മെറ്റൽ തന്നെയാണ്. നമുക്കതൊരു ഒരു കനം കുറഞ്ഞ പോലെയായിട്ടും തോന്നുന്നില്ല. ഓൾമോസ്റ്റ് സൈക്കിളിന് ഒരു നോർമൽ സൈക്കിളിന് നമുക്കിപ്പോൾ വരുന്ന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഹൈ പ്രൊഫൈൽ സൈക്കിൾസ് ആണെങ്കിൽ ഒരു 8 kg അല്ലെങ്കിൽ 6+ kg 8 kg ആ റേഞ്ചിൽ വരിക. ബിലോ 10 എന്നുള്ള റേഞ്ചിലായിരിക്കും. കുറച്ചും കൂടി ഹൈബ്രിഡ് സൈക്കിൾസ് ഒക്കെ ആകുമ്പോൾ ഒരു 12 kg to 15 kg ആയിരിക്കും വരിക. ഒരു 12 kg ആണ് സാധാരണ ഒരു ഹൈബ്രിഡ് സൈക്കിൾസിന്റെ ഒരു വെയിറ്റ് വരുന്നത്. പിന്നെ നമ്മൾ MTB സൈക്കിൾസ് അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് കുറേ കൂടിയും വെയിറ്റ് കൂടുതലുള്ള സൈക്കിൾസ് വരുമ്പോൾ മേ ബി ഒരു 20-22 kg ഒക്കെ ആണ് വരാൻ ചാൻസ് ഉള്ളത്. അത്രയും വെയിറ്റും ഇതിന് താങ്ങാൻ പറ്റും. അതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. TLB എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഡിവൈഡ് ബൈ 2 എന്നുള്ള കൺസിഡറേഷൻ എടുക്കുക kg ആകുമ്പോൾ. അപ്പം നമുക്കൊരു 30 kg അല്ലെങ്കിൽ 25+ kgയുടെ അടുത്തേക്ക് ഇതിന് ഹോൾഡ് ചെയ്യാൻ പറ്റും. എന്തായാലും നമുക്ക് എന്തൊക്കെ ഇതിന് പറ്റും, എത്രത്തോളം കപ്പാസിറ്റി ഉണ്ട്, ഇത് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ. ഞാനിത് ആദ്യമായിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടിട്ടുണ്ട്, പക്ഷെ വാങ്ങിച്ച് ഇത് ഫിക്സ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ എത്രത്തോളം നല്ലതാണ് എന്നുള്ളത് നമുക്ക് സൈക്കിൾ വെച്ചതിന് ശേഷം സൈക്കിൾ വെക്കാനും എടുക്കാനും ഒക്കെ എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയിട്ട് ബാക്കിയുള്ള പറയാം. അതുപോലെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് ഈ ഒരു വെക്കുന്ന സാധനം നമുക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ടിൽറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിനിവിടെ ഒരു സ്ക്രൂ ഉണ്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ചെയ്യുകയാണെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ടിൽറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സൈക്കിളിൻ്റെ പൊസിഷൻ കറക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഇതിലുണ്ട്. പിന്നെ ഉള്ളത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാന്നുള്ളൊരു ഓപ്ഷൻ കൂടിയാണ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് വാൾ മൗണ്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ അൺബോക്സിങ് അല്ല ചെയ്തത്, നമ്മൾ ആ പ്രൊഡക്റ്റും അതിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൈക്കിൾ ഇതാണ് വാൾ മൗണ്ട് ചെയ്യാനുള്ളത്. മോൺട്രയുടെ ബ്ലൂസ് എന്ന് പറഞ്ഞത് സൈക്കിളാണ് നമ്മുടെ ഉള്ളത്. ഹൈബ്രിഡ് സൈക്കിളാണ്, പഴയ സൈക്കിളാണ്. 2016 ലോഞ്ച് ചെയ്തിട്ടുള്ള സൈക്കിളാണ്. അപ്പോൾ ഇതാണ് നമുക്ക് വാൾ മൗണ്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ അളവുകൾ എടുക്കണം. ഒന്ന് നമ്മൾ ഇതിൻ്റെ വിഡ്ത്തും കറക്റ്റായിട്ട് എടുക്കുക, ഹൈറ്റും കറക്റ്റ് എടുക്കുക, എത്രത്തോളം വരുന്നുള്ളത്. അതായത് ഇപ്പം അത്യാവശ്യം നന്നായിട്ട് ഹൈറ്റ് ഉള്ള വോളാണെങ്കിൽ അത് പ്രശ്നമുള്ളതല്ല, നമുക്കൊരു ഐഡിയ വെച്ച് നമുക്ക് ഫിക്സ് ചെയ്യാം. പക്ഷെ ഹൈറ്റ് 10 feet ഒക്കെ ഉള്ളെങ്കിൽ നമ്മൾ ആ അളവ് കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാലാണ് നല്ലത്. ഇപ്പം എനിക്ക് സൈക്കിളിന് കറക്റ്റ് വിഡ്ത്ത് വരുന്നത് 72 ഇഞ്ചസും ഹൈറ്റ് വരുന്നത് 42 ഇഞ്ചസാണ് വരുന്നത്. പിന്നെ അതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഹോൾഡ് ഇങ്ങനെ ചെയ്യുന്ന സ്ഥലം ഇതും ഇവിടെയും, പിന്നെ ഒരെണ്ണം ഇതിന്റെ ബാരമൂലമായിട്ടാണ്. അല്ലെങ്കിൽ ഇവിടെ ഈ ഇതിൽ വെച്ചാലും കുഴപ്പമില്ല. അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഇവിടെ നിന്നോട്ട് ഇവിടെ വരെയുള്ളത് 16 ഇഞ്ചസ് ആണ് അതിന്റെ അളവ് വരുന്നത്. പിന്നെ സീലിംഗ് ആയിട്ട് ഒരു 3 ഇഞ്ചിന്റെ ഗ്യാപ്പ് ഇടുന്നുണ്ട്. അപ്പൊ നമുക്ക് എടുക്കാനും അത് പുറത്തേക്ക് എടുക്കാനും വെക്കാനും എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ആ ഒരു 3 ഇഞ്ച് ഗ്യാപ്പ് ഇടുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ അളവുകൾ എടുത്തിട്ടുണ്ട്. ഞാൻ അളവ് എടുത്തിട്ടുണ്ടായിരുന്നു ശരിക്കും. ഇനി ഈ അളവ് ഞാൻ വാളിൽ നോക്കിയിട്ട് അളവ് മാർക്ക് ചെയ്യണം. അതിനുശേഷം ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും നമ്മുടെ മൗണ്ട്, വാങ്ങിച്ചിട്ടുള്ള മൗണ്ട്, സൈക്കിൾ മൗണ്ട് നമ്മൾ കറക്റ്റ് വെച്ചതിന് ശേഷം അതിന്റെ സ്ക്രൂസ് എല്ലാതും എവിടെയാണ് വരേണ്ടതെന്ന് മാർക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് അതിലേക്ക് ചെയ്യാം. നമ്മൾ ഏകദേശം ഒരു സെന്റർ പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഞാൻ സെന്റർ പോയിന്റ് ഏകദേശം ഈ ഒരു ലെവലിലേക്ക് വെച്ചതിന് ശേഷം ഈ 4 ഹോൾസ് നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പൊ അതാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ സെന്റർ ഹോളിൽ നിന്ന് എടുത്ത് നമ്മൾ ആ സെന്റർ ഹോളിൽ കറക്റ്റ് വെച്ചു. ഇവിടെ 4 സ്പോട്ടിൽ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് അത് ഹോൾ ചെയ്തിട്ട് നമ്മൾ സ്ക്രൂ ഇടാനാണ് ചെയ്യുന്നത്. ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ്
ഇതാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇത് സെൻറ്റർ പോയിൻ്റ് ആണ്. ഇവിടെ നിന്ന് 4 ഹോൾസിനുള്ള ഇത് മാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. നമുക്ക് തന്നിട്ടുള്ള ഒരു ഹുക്ക് ഇതാണ്. ഇതിൽ 4 ഉണ്ട്. അപ്പോൾ ഈ ഹുക്കിന് നമുക്ക് ഓൾമോസ്റ്റ് മാക്സിമം വരുന്നൊരു ഡ്രിൽ എൻ്റെ കയ്യിലുള്ളത് ഇതാണ്. സൈസ് വെച്ച് നോക്കുമ്പോൾ കുറച്ചൊന്ന് വലുതാക്കി അടിക്കേണ്ടി വരും. അത് നോക്കിയിട്ട് ഡ്രിൽ ചെയ്യുക. സൈസ് നോക്കിയിട്ട് ഡ്രിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഏകദേശം അളവ് വരുന്നത് ഇത്രയൊക്കെയാണ്. അതൊന്ന് ജസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്ത് വയ്ക്കുക. നമുക്ക് എന്തെങ്കിലും ഒട്ടിച്ച് വയ്ക്കുകയാണെങ്കിൽ ആ അളവ് വെച്ചിട്ട് ഡ്രിൽ ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാം. നമുക്ക് ഡ്രിൽ ചെയ്യാം. നമുക്ക് നമ്മളിപ്പോൾ ഹോൾ അടിച്ചിട്ട് കുറച്ച് ഫുൾ ടെസ്റ്റ് ആയിട്ടുണ്ട് ഹെൽമെറ്റ്. ഇനി ഇത് ഈ സ്ക്രൂ നമ്മൾ അതിനുള്ളിൽ വെച്ചിട്ട് ടൈറ്റ് ചെയ്യാൻ പോകണം. അതിന് ശേഷം നമ്മൾ നമ്മുടെ മൗണ്ട് വെച്ചിട്ട് ഈ ഇത് ഊരി എടുത്തിട്ട് ടൈറ്റ് ചെയ്യും. അപ്പോഴാണ് അത് കറക്റ്റായിട്ട് ഇത് ടൈറ്റ് ആയിട്ട് നിൽക്കുക. ഇതെല്ലാം ചെയ്യാം. ഹോൾ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ സ്ക്രൂസ് അതിൻ്റെ ഉള്ളിൽ കയറ്റി ഇത് വെച്ചതിന് ശേഷം ടൈറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവൻ അതിനുള്ളിൽ നിന്നിട്ട് കുറച്ച് വിഡ്ത്ത് കൂടും. അപ്പോൾ ടൈറ്റ് ആയിട്ടിരിക്കും. അപ്പോൾ നമുക്കിത് വെക്കാം. ഇപ്പോൾ നമ്മളത് ഹാൻഡ് ടൈറ്റ് ചെയ്തിട്ട് അത് മൗണ്ട് ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് ഇരിക്കുക? ഇനി നമ്മളത് ഒരു ട്രാൻസിസ്റ്റർ വെച്ചിട്ട് നന്നായി ടൈറ്റ് ചെയ്യണം. എന്താണെന്ന് അറിയില്ല, ഈ ട്രാൻസിസ്റ്റർ വെച്ച് ടൈറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് നമ്മൾ സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ളൂ. അന്ന് മുതലേ ആഗ്രഹിച്ചുള്ളൊരു സാധനമാണ്. ഒരുവിധം നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ഞാനിത് ജസ്റ്റ് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് ചെറുതായിട്ട് ടിൽറ്റ് ചെയ്യാൻ പറ്റും, ചെറിയൊരു ആംഗിളിൽ. അത് വേണമെങ്കിൽ നോക്കിയിട്ട് സൈക്കിൾ വെച്ചതിന് ശേഷം നോക്കിയിട്ട് ടിൽറ്റ് ചെയ്താൽ മതി. നമുക്ക് സൈക്കിൾ ഇതിൽ വെക്കാം. നമുക്ക് ലിഫ്റ്റ് ചെയ്ത് ഒന്ന് വെച്ച് നോക്കാം. ഇങ്ങനെയാണ് നമ്മൾ സൈക്കിളിരിക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ സൈക്കിൾ വോൾ മൗണ്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. വോൾ മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഈ സൈക്കിൾ ഇരിക്കുക. ഒരുവിധം കുഴപ്പമില്ല, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അത് ആ വോളിലിരിക്കുന്നത്. ഈ പ്രൊഡക്റ്റിനും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഹോൾഡ് ചെയ്യുന്ന പ്രൊഡക്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. താങ്ക് യു ഫോർ വാച്ചിങ്.
അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.